അപ്പോൾ മാത്സിൽ ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ നമുക്ക് ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ ആണ് ആവശ്യം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ബാക്കി എല്ലാ സബ്ജക്ട്സിനെ അപേക്ഷിച്ചിട്ട് മാത്സിനുള്ള പ്രത്യേകത എന്താണ്? നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും മാത്സ് ഉണ്ട്. അപ്പോൾ ആ മാത്സിൽ ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ നമുക്ക് ആദ്യം എന്തറിയണം? ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് അറിയണം. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ചാപ്റ്റേഴ്സിനുള്ള പ്രയോറിറ്റി കൊടുത്തിട്ട് പഠിക്കാൻ. അപ്പോൾ നമുക്ക് ആകെ 16 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്സ് 50 മാർക്സ് വരുന്നത് നമ്മുടെ ട്രിഗ്നോമെട്രി ചാപ്റ്റർ എന്നാണ്. അപ്പോൾ ട്രിഗ്നോമെട്രി ചാപ്റ്റർ നമുക്കറിയാം കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക, അതേപോലെ തന്നെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും 50 മാർക്ക് വരുന്ന ട്രിഗ്നോമെട്രി ചാപ്റ്ററിന് വേണം കൊടുക്കാൻ. അത് കഴിഞ്ഞാൽ 6 മാർക്സ് വരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. സെറ്റ്സ് ചാപ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ പെർമ്യൂട്ടേഷൻ ചാപ്റ്റർ, സീക്വൻസ് ആൻഡ് സീരീസ് ചാപ്റ്റർ, സ്ട്രേറ്റ് ലൈൻസ് ചാപ്റ്റർ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം ഫസ്റ്റ് ട്രിഗ്നോമെട്രി കഴിഞ്ഞാൽ 6 മാർക്സ് വരുന്ന ചാപ്റ്റേഴ്സ് വേണം നമ്മൾ പഠിക്കാൻ. അത് കഴിഞ്ഞാലോ 4 മാർക്സ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ, PMI, കോംപ്ലക്സ് നമ്പേഴ്സ്, ലീനിയർ ഇൻഇക്വാലിറ്റീസ്, ബൈനോമിയൽ തിയറം, അതുപോലെ കോണിക് സെഷൻസ്, മാത്തമാറ്റിക്കൽ റീസണിങ്, പ്രോബബിലിറ്റി. ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ ഒരു ചെറിയ ചാപ്റ്റർ ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജോമെട്രി അല്ലെ. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിന് വരിക. നമുക്ക് ആകെ ഡിസ്റ്റൻസ് ഫോർമുലയും സെക്ഷൻ ഫോർമുലയും മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഓരോ ചാപ്റ്ററിനും അതിൻ്റെ വെയിറ്റേജ് അനുസരിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ എങ്ങനെ പഠിക്കും? വായിച്ചു പഠിക്കുമോ? വായിച്ചു പഠിക്കരുത്, എഴുതി തന്നെ പഠിക്കണം. അപ്പം കുറേ പേരൊക്കെ ചോദിക്കും എപ്പോഴാണ് നമുക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന ടൈം? രാവിലെയാണോ രാത്രിയാണോ? അപ്പോൾ രാവിലെയും പഠിക്കാം, രാത്രിയും പഠിക്കാം. കുറേ പേരൊക്കെ രാവിലെ എണീറ്റ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കും, കുറേ പേരൊക്കെ രാത്രി പഠിക്കാനായിരിക്കും ഇഷ്ടം. അപ്പം നമ്മുടെ കംഫർട്ട് പോലെ ഏത് സമയത്താണോ പഠിക്കാൻ കംഫർട്ട് തോന്നുന്നത് ആ സമയത്ത് ഇരുന്ന് പഠിക്കാം. അപ്പം എല്ലാവർക്കും രാവിലെ എണീറ്റ് പഠിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അതുപോലെ തന്നെ കുറേ പേർക്കൊക്കെ രാത്രി ഇരുന്ന് പഠിക്കാനും പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മുടെ കംഫർട്ട് പോലെ സമയം നമ്മൾ കണ്ടെത്തിയിട്ട് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈം വെച്ചിട്ട് നമ്മൾ ഇരുന്ന് പഠിക്കാം. എന്നിരുന്നാലും ഒരു സജഷൻ എന്നുള്ള രീതിയിൽ മിസ് മോർണിംഗ് ടൈമാണ് സജസ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ ഉറങ്ങി എണീറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ നല്ല ഷാർപ്പായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് പഠിച്ചാലും വേഗം നമുക്ക് തലയിലേക്ക് കയറാൻ വേണ്ടി പറ്റും. അപ്പം മോർണിംഗ് ആണ് മിസ് സജസ്റ്റ് ചെയ്യുന്ന ടൈം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ബാക്കി സബ്ജക്ട്സിനെ അപേക്ഷിച്ച് നമുക്ക് മാത്സിന് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബാക്കി സബ്ജക്റ്റുകൾ നമുക്ക് വായിച്ച് പഠിക്കുന്നത് പോലെ ഒരിക്കലും മാത്സിനെ വായിച്ച് പഠിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ പേപ്പറിലേക്ക് ആൻസേഴ്സ് എഴുതാൻ വേണ്ടി പറ്റില്ല. നമ്മൾ വായിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത ഈ സ്റ്റെപ്പാണ്, അടുത്തത് ഈ സ്റ്റെപ്പാണ്, നമുക്ക് വായിക്കുമ്പോൾ ഓർമ്മ വരും. ബട്ട് നമ്മൾ ആൻസർ പേപ്പറിലേക്ക് എഴുതുന്ന സമയത്ത് നമുക്ക് അവിടെ സ്റ്റെപ്പ് ഓർമ്മയില്ലെങ്കിൽ നമ്മളവിടെ സ്റ്റക്കായിപ്പോൾ പിന്നെ യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ആ മണ്ടത്തരം ആരും ചെയ്യരുത്. മാത്സ് ഒരു കാരണവശാലും വായിച്ച് പഠിക്കരുത്, എഴുതി തന്നെ പഠിക്കാം. നിങ്ങൾ പഠിക്കുന്ന കൂടെ ഒരു റഫ് പേപ്പർ വെക്കുക, അല്ലെങ്കിൽ ബുക്കും പെന്നും വെക്കുക. എന്നിട്ട് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ ഇക്വേഷൻസ് ഒക്കെ എഴുതി പഠിക്കാം. ഒരുപാട് പ്രാവശ്യം വായിച്ച് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആണ് നമ്മൾ എഴുതി പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഫുൾ മാർക്സ് നമുക്ക് ഉറപ്പിക്കാം മാത്സിൽ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.